ഇടയ്ക്ക് ഈ പുരഞ്ജനി മദ്യപിക്കാറുണ്ട് എന്ന് പറയാണ്. ക്വചിത് പിബന്ധ്യാം. ഈ പുരഞ്ജനി എന്ത് ചെയ്യുന്നുവോ അത് ഇള് അനുവർത്തിക്കുകയും. പുരഞ്ജന മഹാരാജാവ് ഒരു ദിവസം അവൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്നു ചോദിച്ചു, എന്താണ് നീ ചെയ്യണത്? ഞാനോ മരുന്ന് കഴിക്കുകയാണ്. മരുന്നോ? എന്താ നിനക്ക് അസുഖം? ഒരു അസുഖം, മരുന്ന് കഴിക്കുകയാണ്. അങ്ങേക്ക് വേണോ മരുന്ന്? എനിക്കും തരൂ. ക്വചിത് പിബന്ധ്യാം പിബതി. അവൾ കുടിച്ചാൽ ഇയാളും കുടിക്കുകയും. മദ്യം കഴിച്ചാൽ മത്ത് പിടിക്കും. പിന്നെ ഇന്നത് ചെയ്യുക അങ്ങനല്ല. ഒരു പാട്ട് പാടാൻ തുടങ്ങിയെന്നാണ് പുരഞ്ജനി. ക്വചിത് ഗായതി. ആ പാട്ട് കേട്ടപ്പോൾ ഇയാളും ഒരു പാട്ട് പാടാൻ തുടങ്ങി. ക്വചിത് ഗായതി ഗായന്ത്യാം. പുരഞ്ജനൻ്റെ പാട്ട് കേട്ടപ്പോഴേ ഇവൾ കരയാൻ തുടങ്ങി. രുദത്യാം. ഇവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഇളക്കും കരച്ചിൽ വന്നു എന്നാണ്. രുദതി ക്വചിത്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഓടിയപ്പോൾ ഇള് പിന്നാലെ ഓടുന്നു. ആളൊരു സ്ഥലത്തിരുന്നപ്പോൾ ഇള് അടുത്തിരിക്കുന്നു. എന്താണോ പുരഞ്ജനി ചെയ്യുന്നത് അത് അനുവർത്തിക്കാൻ തുടങ്ങിയെന്നാണ്. എന്ത് ചെയ്താലും അതിങ്ങനെ കൂടെ ചെയ്യുക, അങ്ങനെയാണ്. നേച്ഛൻ അനുകരോത്യജ്ഞ ക്ലൈബ്യാത് ക്രീഡാമൃഗോയഥ. ഇതുപോലെ അയാൾ അവിടെ അങ്ങനെ ജീവിച്ചു. ജീവിക്കണതൊക്കെ സുഖമായിട്ടാണ് കേട്ടോ, സുഖമായിട്ടാണ് ജീവിക്കണത്. എത്ര വലിയ സുഖമാണെങ്കിലും കുറേ കഴിഞ്ഞാൽ മടുക്കും അല്ലേ? എന്നും ഇങ്ങനെ നല്ല പഞ്ചസാര പായസം ഇങ്ങനെ കഴിക്കാൻ വിചാരിക്കും. കുറേ കഴിഞ്ഞാൽ അല്ലേ മടുക്കില്ലേ? ഇല്ലാത്തവരുണ്ട്, എത്ര അല്ലേ, അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ കൂടുതൽ അങ്ങനെയുള്ളവരായിരിക്കും മടുക്കുന്നവരായിരിക്കും കുറേ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ? എത്ര വലിയ സുഖമാണെങ്കിലും അങ്ങനെയാണ്, കുറേ കഴിഞ്ഞാൽ മടുക്കും. അപ്പോൾ ഈ കൊട്ടാരത്തിൽ അതിപരിചയാത് അവജ്ഞ എന്ന് കേട്ടിട്ടില്ലേ? അധികം പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അവജ്ഞയാവും. ഒരുമിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടേണ്ടത് നല്ല പരിചയമായി, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുക്കുത്രേ. ഇത് എങ്ങനെയും ഒന്ന് പോയാൽ മതി എന്നൊക്കെ ആവും. അപ്പോൾ ഇയാളിങ്ങനെ ആ പുരഞ്ജനി പറഞ്ഞതനുസരിച്ചൊക്കെ ജീവിച്ച് സുഖമായിട്ട് അവിടെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ രാജാവാണ്. പണ്ട് നായാട്ടൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം നായാട്ടിന് വേണ്ടിയിട്ട് അയാൾ പുറപ്പെട്ടു എന്നാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് ഓർമ്മ വന്നത്, എവിടെ പോവുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പുരഞ്ജനി. പറയാൻ മറന്നു അയാൾ. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ടൊന്നും പറയാൻ നേരമില്ല. തിരിച്ചു യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്, നായാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയാം. ഇയാൾ നായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ആ കൊട്ടാരത്തിൻ്റെ പുറത്ത് തോഴിമാരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ്. എന്താണ് എന്ന് അയാൾ അന്വേഷിച്ചു. എന്തായാലും അങ്ങ് ഉള്ളിലേക്ക് ചെല്ലു കാണാം എന്ന് തോഴിമാരൊക്കെ പറയാണ്. ഉള്ളിലേക്ക് ചെന്നപ്പോഴേ സാധാരണ ഇവൾ ഇരിക്കുന്നിടത്ത് അവളെ കാണാനില്ല അല്ലേ? ഈ കൊട്ടാരത്തിൽ പല പല സൗകര്യങ്ങളല്ലേ, എത്രയോ മുറികളുണ്ട് ഇത്ര കൊട്ടാരത്തിൽ. അതിൽ ചിരി വന്നാലിരിക്കാനായിട്ട് ഹാസ്യാകാരം, അതേപോലെ ക്രോധാകാരം, ദേഷ്യം വന്നാലിരിക്കാനുള്ള മുറി, ഇങ്ങനെ പല ഓരോ ആവശ്യങ്ങൾക്ക് ഓരോരോ മുറികളാണ്. ഇപ്പം ഇവൾ ക്രോധാകാരത്തിലാണ് ഇരിക്കണത്. ദേഷ്യം വന്നിട്ടാണ് കിടക്കണത് എന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇയാൾ പുരഞ്ജനൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടോ, ഞാൻ നിന്നോട് പറയാതെ കണ്ട് പോയതിനാണോ നീ വിഷമിക്കണത്? അറിയാണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അവളുടെ കാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തലോടി കൊടുത്തു അത്രേ. എന്നാലെങ്കിലും ഒന്ന് ആ ദേഷ്യത്തിൽ ഇല്ലാണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ കാല് തലോടിയ സമയത്ത് ദേഷ്യം വന്ന് കിടക്കുന്നതായിട്ടുള്ള ആ പുരഞ്ജനി കൊടുത്തു അത്ര ഒരു ചവിട്ട്. പണ്ട് ഭഗവാനൊരു ചവിട്ട് കിട്ടിയിട്ടുണ്ട് ഭൃഗുവിൻ്റെ അടുത്ത് നിന്ന്. അതുപോലെ നെഞ്ചിന് നോക്കി കൊടുത്തു അത്ര ഒരു ചവിട്ട്. നീ എത്ര വേണേ ചവിട്ടിക്കോളൂ, ദേഷ്യത്തിൽ ഇല്ലാണ്ടാക്കിയാൽ മതി. ഇങ്ങനെ കുറേ കഴിഞ്ഞു. ഇനി എന്നോട് പറയാണ്ട് പോവോ? ഇല്ല, നിന്നോട് പറഞ്ഞേ പോവൂ. പിന്നെ അവർ പറഞ്ഞ് സമാധാനമായി. കുറേ നാൾ കഴിഞ്ഞു. വീണ്ടും ഇയാൾ ഒരിക്കൽ നായാട്ടിന് പോവാണ്. ഇപ്രാവശ്യം അവളോട് പറയണമെന്ന് ഓർമ്മയില്ലാണ്ടല്ല, ഇവളെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഭേദം വന്നാൽ ഒരു ചവിട്ട് കിട്ടുന്നല്ലേ ഉള്ളൂ, അതാ ഭേദം എന്ന് കണക്കാക്കി അയാൾ നായാട്ട് കഴിഞ്ഞു, വന്നു, ചവിട്ട് കിട്ടി, നായാട്ട്, ചവിട്ട്, നായാട്ട്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിൽ.